അപ്പോൾ ഇന്ന് നമ്മുടെ ഇങ്കൂസിൻ്റെ ആനിവേഴ്സറി ആണ് കേട്ടോ. അപ്പോൾ അവനക്ക് ഉച്ചയ്ക്ക് പോകുന്നതുകൊണ്ട് തന്നെ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇച്ചിരി സങ്കടമൊക്കെ ആയിരുന്നു കേട്ടോ. കളർ ഡ്രസ്സൊക്കെ ഇട്ട് എല്ലാവരും റെഡിയായി പറിക്ക് പോകുന്നുണ്ടപ്പോൾ പുള്ളി കൊടുത്ത് എങ്ങോട്ടെങ്കിലും പോകാനിരിക്കുന്നവർക്ക് സ്കൂളിലേക്ക് കൊണ്ടിട്ടപ്പോൾ ഇച്ചിരി കരച്ചു കേട്ടോ. എന്നാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവനെ കൊണ്ട് വിട്ടിട്ട് ഞങ്ങൾ പിന്നെ വീട്ടിൽ പോയിട്ട് ഏകദേശം ഒരു 4:30-4:45 ആയപ്പോഴത്തേക്കും വന്നു കേട്ടോ. എൻ്റെ പ്രോഗ്രാം കാണാനായിട്ട് ഉമ്മച്ചിയും രസലും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും പ്രോഗ്രാം കാണാനായിട്ട് 4:45 വന്നപ്പോഴേക്കും ഏകദേശം ഇവിടെ എല്ലാവരും തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുഞ്ഞു മക്കളുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ഡാൻസൊക്കെ ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇങ്കൂസ് ആണെങ്കിലും കാര്യമായിട്ടൊന്നും കളിച്ചില്ല കേട്ടോ. കാരണം സ്പെക്സ് വെച്ചുകൊണ്ടാണോ എന്നറിയത്തില്ല. മാത്രമല്ല പ്രത്യേകിച്ച് സെറ്റപ്പായിട്ടൊന്നും കളിച്ചില്ല കുട്ടി. ആ സെറ്റിൽ ആരും തന്നെ കളിച്ചില്ല കേട്ടോ. പിന്നെ അവനെ അവരിറക്കി വിട്ടു. നമ്മൾ പേരൊക്കെ കട്ട് ചെയ്ത് കൊച്ചിനെ വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ നമ്മൾ കൊടുത്തിട്ട് സ്നാക്സ് ഒന്നും പുള്ളി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ കൊച്ചിനെ കുറച്ച് സ്നാക്സും ജ്യൂസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊടുത്തു. അപ്പോൾ അവൻ ഉമ്മച്ചിയുടെ അവിടെ കയറി ഇരിക്കുകയാണ് കേട്ടോ. വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഉമ്മച്ചിയും ജസ്റ്റിലും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ കൊച്ചിനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് അവർ വീട്ടിലേക്ക് പോയി. അങ്ങനെ അത് തന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ പോയിട്ട് ഒരു ഐസ്ക്രീമും അതുപോലെ ഒരു കുലുക്കി സർബത്തൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ ഗസ്റ്റ് വരാൻ ഏകദേശം ഒരു 7 മണി 7:30 എടുത്തു കേട്ടോ ഗസ്റ്റ് വരാൻ. അപ്പോൾ ഗസ്റ്റിന് നല്ലൊരു എൻട്രി ആയിരുന്നു കൊടുത്തിരുന്നത്. ബാൻഡ് മേളമൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ കുറച്ച് കുട്ടികളുടെ ഭയങ്കര ബലൂണൊക്കെ പിടിച്ച് ഫ്ലവറൊക്കെ പിടിച്ച് അവരെ ഒന്ന് വെൽക്കം ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല സെറ്റപ്പായിരുന്നു അത്. ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നത് ആബിദ് കണ്ണൂരും അതുപോലെ അയ്യപ്പൻ എന്ന് പറയുന്ന ആൽബം മ്യൂസീഷ്യൻസ് ആയിരുന്നു. അവർ നല്ലപോലെ പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ നന്നായിട്ടൊരു വെൽക്കം സ്പീച്ചൊക്കെ നടത്തി. പിന്നെ കുറച്ച് സമ്മാനദാനങ്ങളുണ്ടായിരുന്നു, അതൊക്കെ അവർ ചെയ്തു കേട്ടോ. പിന്നെ അവർ നല്ല അടിപൊളി സോങ്ങൊക്കെ പാടി. പിന്നെ ഇവരുടെ സോങ് കൂടി കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഒരു 9:30-9:45 കുട്ടികളുടെ പ്രോഗ്രാം തുടങ്ങിയപ്പോഴേക്കും. അപ്പോൾ ഞങ്ങൾ ഇവരുടെ 2 സോങ് കൂടി കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോയി. കൊച്ചെൻ്റെ ഉമ്മച്ചെരുവിൻ്റെ കൂടെ നേരത്തെ പോയിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ഞാനും ഒക്കെ കൂടെ എൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്